ഗുഡ് മോർണിംഗ് എവരിവൺ. സോ ഇന്ന് നവംബർ 29th ആണ് കോമ്പറ്റീഷന്. ഇനി അത്രയും ദിവസമുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ഡയറ്റ് അത്യാവശ്യം പ്രോപ്പറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറൻറ്റ്ലി ഓയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. സോ എക്സാമ്പിൾ കഴിഞ്ഞു മോർണിംഗ് ആ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് എഗ് വൈറ്റാണ്. ഫുള്ളി കുക്കഡ് നല്ല 90% കുക്കഡ് ആയിട്ടുള്ളൂ. പക്ഷേ ഇത് പെട്ടെന്ന് കഴിച്ചിട്ട് പോകണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കുടിച്ച് അങ്ങ് പോകാമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ കാപ്സായിട്ട് ഒരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് മോർണിംഗിൽ വരുന്ന ബ്രേക്ക്ഫാസ്റ്റ്. ശരി, ഇത് കഴിഞ്ഞ് ഞാൻ ക്ലൈൻറ്റിലേക്ക് പോവാണ്. സോ അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് പോകാൻ നോക്കട്ടെ. ബൈ. ഞങ്ങളുടെ ക്ലൈൻറ്റ് അടുത്തെത്തി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ വർക്കൗട്ടിന് പോകാൻ. റൂമിലെത്തിയ ശേഷം മാത്രമേ പോകത്തുള്ളൂ. എൻ്റെ ലഞ്ച് എനിക്ക് പ്രിപ്പയർ ചെയ്യണം. ചിക്കനും റൈസും എല്ലാ ദിവസം പോലെ തന്നെ. സോ അത് കഴിഞ്ഞിട്ടാണ് വർക്കൗട്ട് പോകത്തുള്ളൂ. അതും കഴിച്ച് കഴിഞ്ഞ ശേഷം മാത്രം. ഓക്കെ ഗൈസ്, ഞാൻ വീട്ടിലേക്ക് പോയി വന്ന് ഞാനിപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനൊക്കെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു. ഞാൻ കറൻറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്ലിമെൻറ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, പക്ഷേ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്ലിമെൻറ്റ്സ്. ഒന്ന് വേ പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ്, മസ്റ്റ് ബ്ലേസിന് തന്നെ. പിന്നെ ഡെയിലി മൾട്ടി വിറ്റാമിൻ എടുക്കുന്നുണ്ട്. 2 ക്യാപ്സ്യൂള് ഫിഷ് ഓയിൽ. പിന്നെ ലിവർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് Li52DS ഹിമാലയൻ്റെ. പിന്നെ മിൽക്ക് ടെസ്റ്റിൽ എക്സ്ട്രാക്ട്, അതും ലിവർ പ്രൊട്ടക്ഷന്. പിന്നെ ഇൻട്രാ വർക്കൗട്ടായിട്ട് പ്യുവർ ഇലക്ട്രോലൈറ്റ്സ് ഞാൻ 3 മാസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സാധനമാണ് ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ കാര്യം, ഞാൻ എൻ്റെ കറണ്ട് ബോഡി കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഇപ്പോൾ ബോഡിയിൽ കാർബ് സ്റ്റോറേജ് ഒക്കെ കുറഞ്ഞ്, അതായത് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഒക്കെ കുറഞ്ഞ് ബോഡി ഫ്ലാറ്റ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു ഉണർവൊന്നുണ്ടാവില്ല ബോഡി കാണാൻ. ഇതാണ് ഇവിടുത്തെ ബോഡി കണ്ടീഷൻ. എക്സ്ട്രീം കലോറി ഡെഫിസിറ്റാണ് ഞാൻ പോകുന്നത്. ഹൈ പ്രോട്ടീൻ പിന്നെ പ്ലസ് കാർബ്സ് വളരെ കുറവാണ്. ഒരു 200 grams ഡെയിലി ഞാൻ ടോട്ടൽ കാർബ്സിന്റെ ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബോഡിയിൽ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞിട്ടുണ്ട്. ബോഡി കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ടാണ് ഒരു മെനയില്ലാന്ന് അർത്ഥം. ഇനിയിപ്പം ബാക്ക് ടു നോർമൽ ആവണമെങ്കിൽ കോമ്പൻസേഷൻ ചെയ്യണം. അപ്പോൾ മാത്രമേ കാർബ് ലോഡ് ചെയ്ത് ബോഡിയിൽ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് കയറി ഒന്ന് തെറിച്ച് നിൽക്കത്തുള്ളൂ. ഇപ്പം ഫ്ലാറ്റ് ആയിട്ടാണ് ബോഡി. അപ്പം ഇതാണ് കറന്റ് ബോഡി കണ്ടീഷൻ വരുന്നത്. അത്യാവശ്യം നല്ലോണം രീതിയിൽ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. എനിക്കത് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. കുറച്ച് കുഞ്ഞായി ഞാൻ ടോട്ടലി സൈസ് വൈസ് ആണെങ്കിലും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വരുന്ന വീഡിയോസിൽ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. സ്ലോലി നമുക്ക് ഇൻക്രീസ് ചെയ്യുക കണ്ടന്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ. പിന്നെ മാക്സിമം കമൻറ്റിൽ നിങ്ങൾ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.